ഹലോ. അപ്പോൾ ഇന്നും ഒരു കല്യാണ വിശേഷമാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ എന്നെ സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്നവർ വിചാരിക്കും ഇവൾക്ക് എന്താ കല്യാണം മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ 2-3 കല്യാണങ്ങൾ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ കസിൻ ബ്രദേഴ്സിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു കസിൻ ബ്രദേഴ്സിൻ്റെ കല്യാണം എന്ന് വെച്ചാൽ 2 ദിവസം വെച്ച് നടക്കുന്ന പരിപാടിയാണ്. അതായത് 2 ബ്രദറിൻ്റെ കല്യാണം ഉണ്ട്. ഒരാളത് മിനിയാന്ന് കഴിഞ്ഞ് ഒരാളത് ഇന്നുമാണ്. അപ്പോൾ 2 ഒരുമിച്ചാക്കി കൂടെ എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു ഫിക്സ് ആക്കിയിരുന്നത്. കാരണം ഇന്നത്തെ കല്യാണത്തിന് ബ്രൈഡിന് എക്സാം ആയിരുന്നു മിനിയാന്ന്. സോ അതുകൊണ്ട് നമ്മൾ കല്യാണം 2 ദിവസത്തേക്ക് മാറ്റി. അപ്പോൾ ബ്രൈഡിൻ്റെ വീട്ടിൽ ഇന്ന് കല്യാണം, നമ്മുടെ കല്യാണം മിനിയാന്ന് കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് കുറച്ച് പേര് പോയിട്ട് ബ്രൈഡിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ മിനിയാന്നത്തെ കല്യാണം എന്താ വ്ളോഗ് ഇല്ലാത്തതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അന്ന് എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ല. അന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഇളച്ചൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ ഒരു വ്ളോഗ് പെൻഡിങ്ങിലുണ്ട്. ഇൻഷാല്ലാ വീഡിയോസ് ഞാൻ കുറച്ചും കൂടെ കിട്ടാറുണ്ട്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഞാൻ അതൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളത് വീഡിയോ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഓരോ കല്യാണം ഓരോ തരമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. ഇനിയിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ കല്യാണം വെച്ചാൽ ബ്രൈഡിൻ്റെ വീട്ടിലാണ് നമുക്ക് വരുന്നവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ. അതായത് ഉച്ചക്കത്തേക്കുള്ള മെയിൻ ഫുഡ് നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകും. ബാക്കിയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അതായത് ഇവിടുന്ന് വരുന്നവർക്കും പിന്നെ മിനിയാന്ന് കല്യാണം കഴിഞ്ഞാൽ ബ്രൈഡിൻ്റെ വീട്ടിലുള്ളവരെ സൽക്കാരം ഒരുമിച്ചാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു 4 മണി ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെത്തണം. അപ്പോഴേക്കും അവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ടാവും. അപ്പോൾ വലിയ ഫംഗ്ഷനായിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു മിനിയാന്നൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ രീതിയിലാണ് ഈ ഒരു കല്യാണം നടത്തുന്നത്. പിന്നെ ഇവൻ്റെ തന്നെ നിക്കാഹ് 1 കൊല്ലം മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് കാണണേ. അപ്പോൾ നമ്മൾ ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തി ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. നമ്മളത് കുടിച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. പ്ലേറ്റ് അത് ആയിക്കോട്ടെ. ഒന്ന് പോസിട്ടാണ് അതല്ലേ ചെരുപ്പ് പൂരിയ പുതിണ്ണ കണ്ട പുതിണ്ണടെ എല്ലാവരും ഉണ്ട്. വണ്ടി മുത്തു എൻ്റെ വണ്ടിന് അത്ര പോരാ. മുത്തുവിൻ്റെ വണ്ടിയാണ് വണ്ടി. ഇവൻ്റെ കല്യാണമാണ് ശരിക്കും മിസ്സായത് അല്ലേ? നമ്മൾ പുതിയ
അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവരെ നമ്മൾ കൊണ്ടുവന്നത് കാറിലെ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, ഓട്ടോയിലാണ്. അപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടില്ല, ആ ഒരു ഡെക്കറേറ്റ് ചെയ്ത ഓട്ടോയിലാണ് കേട്ടോ ഇവർ കൊണ്ടുപോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ ബ്രദറിൻ്റെ കല്യാണം മിനിയാന്ന് കഴിഞ്ഞെന്ന്, അവൻ്റെ വൈഫിനെ ലോറിയിലാണ് കേട്ടോ കൊണ്ടുവന്നത്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ശരിക്കും മിസ്സായി ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും അതിൻ്റെ ഷോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് കാണുക, പിന്നെ കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇവളെ ഇപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പോവാണ്. ചെടി കിട്ടിയ അങ്ങനെ നമ്മൾ അവളെയും കൊണ്ട് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ എൻട്രി ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ പറഞ്ഞ പോലെ സൽക്കാരത്തിനുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളെ കൂടെ ഉള്ളവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരുമിച്ചാണ് അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്.
അങ്ങനത്തെ കൈകൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ചെക്കനും പെണ്ണിനും സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ഫാമിലി ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് കൂടെ വന്നവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കല്യാണ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്യാണ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.